ഒത്തുപിടിക്ക്. മാറു കുഞ്ഞു, മാറ് മാറ് മാറ്. അവിടുന്ന് മാറിക്കോ. അമ്മ നേരെ കനാലിക്കെത്തും. സ്റ്റെപ്പ് ഉണ്ടോ? ഇതാ ചേമ്പുണ്ടായിക്കുന്നുണ്ടോ? കിച്ചുട്ടാ മാറ്. ചെലപ്പോ സ്റ്റെപ്പ് ഉണ്ട് പറഞ്ഞിട്ട് നിങ്ങള് ചെറിയ കുട്ടികളല്ലേ, അതുപോലെയാണോ വല്യമ്മ? അതിന് പോണ്ട കിച്ചു, കൂടെ പോണ്ട. പൊന്തക്കാട് വിടുവാ. ഇപ്പൊ ഞാനിവിടെ സ്ഥലം പിടിച്ചേനെ. കളിക്കാനുള്ളതോ? ആ വിറകുണ്ടാക്കണ്ടേ അപ്പൊ? ഇതാരോ ഓരോന്ന് അങ്ങോട്ട് കൊണ്ടുപോയിടുക. ഈ വേണ്ട, ചെറിയൊരു കൊണ്ടുവേണ്ട, വലിയൊരു. കിച്ചുട്ടാ അങ്ങോട്ട് കൊണ്ടുപോ മുത്തേ. ഞാൻ എവിടെ നിക്കണെന്നറിയോ? നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് കനാലുണ്ട് പറയല്ലേ, ആ കനാലിന്റെ കുണ്ടിലാണ് കേട്ടോ നിക്കണത്. എന്താ കാറ്റത്തും കഴിഞ്ഞ പ്രാവശ്യം കാറ്റുമഴയും വന്നപ്പോ വിറക് കണ്ടില്ലേ, കൊമ്പുകള് പൊട്ടി വീണതാണ് കേട്ടോ. നല്ല ഉണങ്ങി കരിഞ്ഞക്കണു. അപ്പൊ ഇന്ന് നമ്മളില്ലേ, നമ്മുടെ ഒരു എങ്ങനെ പറയാ, നല്ല തിരക്ക് പിടിച്ചൊരു വൈകുന്നേര വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ ഈ വിറകില്ലേ ഇവിടെ കാണാൻ നല്ല രസമാണ്. ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പറ്റണ പോലെ നമുക്ക് കൊണ്ടുപോവാ. ഇത് ഞാൻ എപ്പോഴും വിറകിനൊക്കെ പോണ ആൾക്കാരുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ വിറകാണ് പറഞ്ഞത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ ചിലപ്പോ 3-4 വണ്ടി വിറക് കൊണ്ടുവരാം. പക്ഷെ ഈ താഴത്തുനിന്ന് മോളിക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് ആരും വിറക് എടുക്കില്ല കേട്ടോ. കിച്ചു ചെരുപ്പിട്ടിട്ടുണ്ടോ? ചെരുപ്പിട്ടേക്കണോ? ചെരുപ്പിട്ടിട്ട് പാപ്പ കുഞ്ഞുട്ട ചെരുപ്പ്. പേടിയാണ് പറഞ്ഞ അത് പറഞ്ഞത്. പൊക്കം അങ്ങണ്ടേ അടി കൂടാതെ ഒത്തൊരുമയില് നിന്നോളൂ ഉണ്ട് കേട്ടോ. എന്തൂത്തെ വേണ്ട, പൊട്ടി 2 കഷ്ണായില്ലേ. നീ ഇത് വിത്താത് ചേമ്പിന്റെ അച്ഛനുള്ള സമയത്തൊക്കെ ഇത് വേണോ? തള്ള അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, പാലോ എവിടെ? കമ്പിളിപ്പുഴു ചൊറിയുണ്ടാവും. കെട്ടിട്ടു ഞാൻ പിടിച്ചു വലിക്ക. ഇവിടുന്ന് തള്ളിത്തരാം. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളില്ലാത്ത സമയത്ത് ചെയ്യായിരുന്നു നല്ലത്. എന്നാ പിന്നെ സമാധാനത്തിൽ ചെയ്യായിരുന്നു. കുഞ്ഞു പാലം ഒത്തുപിടിച്ച മലയും വരും. ആ കിച്ചുവിന്റെ പിടിച്ചോളി മാറിക്കോളി. എത്തി മതിയോ? മതിയില്ലേ? കേറണോ? ഈ കുഞ്ഞു എന്തിനാ ടയറും കണ്ട് ഇടുന്ന കുഞ്ഞു? നീ ഇങ്ങോട്ട് ഇറങ്ങാ. അമ്മ എടുക്ക ബാ. വലിക്കേ. ഓ ഭഗവാനെ,
അമ്മക്ക് ചേമ്പ് വേണോ? അമ്മ ചേമ്പ് വേണോ? ആണോ? എടാ കുഞ്ഞാ മടാളം ഇങ്ങോട്ട് എടുക്ക്. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ചെരുപ്പ് എവിടെ നിന്റെ? ഇതാ അങ്ങോട്ട് പിടിക്കുമത്തെ. ഇതൊക്കെ ഓരോ കൊത്തു കൊത്തി നമ്മക്ക് കത്തിക്കേ. അങ്ങോട്ട് പോ. എവിടെ? വെറുതെ എന്നെ പേടിപ്പിക്കണ്ട കേട്ടോ. പാമ്പ് പറഞ്ഞിട്ട് അങ്ങനെ. അതാത് എടുക്കാൻ മുട്ടി മടാള് ചേച്ചിട്ടാ കേറ്. കാവത്ത് എടുക്കാൻ വന്നാ ഉണ്ടോ? കാവത്ത് നോക്ക്. ആ മടാളത്തിട്ടാ. എത്ര അടിക്ക് പോയിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്കിന്നില്ലേ ഇത് എടുക്ക. കാവത്തും കൊണ്ട് പുഴുക്കുണ്ടാക്കാനും കൂട്ടാൻ വെച്ച് കൂട്ടിയിട്ടുണ്ടോ? കാവത്ത് കൂട്ടാൻ വെച്ചാലും നല്ല ടേസ്റ്റ് കേട്ടോ. അതാണ്ടോ അത്ര തന്നെ ഉള്ളൂ. അതൊക്കെ ചെലപ്പോ കുറച്ച് വലുതായിട്ടുണ്ടാവൂലേ? നല്ലതല്ലേ? മൂച്ചിക്കാവത്ത് എന്താണ്ട് വെള്ള കളറാണ്. അപ്പൊ തന്നെ കുഴിച്ചിട്ടു. വേറെ കുഴിച്ചിടണോ? ഇത് നമുക്ക് നമ്മള് കാവത്തിന്റെ ഒരു ചിന്തയേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ കാവത്ത് കണ്ടപ്പോ പറിച്ചൂന്ന് മാത്രം. കാവത്ത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാലേ ഇത് തികയില്ല. ഇനി അപ്പുറത്തെ സൈഡിലുണ്ട്. പക്ഷെ അത് പറിക്കാൻ ഇനി സമയമില്ല, വൈകുന്നേരമായില്ലേ. അപ്പൊ ഇത് കുട്ടികൾക്ക് പുഴുങ്ങി കൊടുക്കട്ടെ. ഇന്നലെ അനിയേട്ടന് ജലദോഷ പറഞ്ഞില്ലേ, അനിയേട്ടന് പനി പിടിച്ചുട്ടോ. നല്ല പനിയായിരുന്നു. അപ്പൊ ഒരു ഉഷാറേ ഇല്ല എന്നില്ല. ഇന്ന് രാവിലെ തൊട്ട് കടക്കൽ തന്നെയായിരുന്നു. സംസാരിക്കാനും ഇതിനൊക്കെ. അല്ലെങ്കിലേ എപ്പോഴും ഈ മരപ്പണിക്കാർക്കുള്ളൊരു കാര്യം കേട്ടോ ഈ അലർജി. പെട്ടെന്ന് അവർക്ക് അലർജി പിടിക്കും. മരത്തിന്റെയും പ്ലൈവുഡിന്റെയും അതേപോലെ പശയുടെയൊക്കെ മണമൊക്കെ ശ്വസിക്കുമ്പോൾ. ഇപ്പം അതുകൊണ്ട് ഏട്ടന് എപ്പോഴും മൂക്കൊലിപ്പും ജലദോഷം എപ്പോഴും ഉണ്ടാവും. കൂടപ്പറപ്പാണ് അത് പറഞ്ഞല്ലേ. എന്താണ് ചൊറിയുന്നത് പറഞ്ഞ കാട്ടിക്കൂടെ പോയതല്ലേ, ചൊറിയില്ലേ. ഇനി മേലെ എഴുതണം. ഇപ്പൊ ഇത് വേണോ പറഞ്ഞിട്ട് അമ്മു അച്ഛനും ഇനി ഇത് ഉണ്ടാക്കി അടുപ്പത്ത് വെച്ച് കൊടുത്താ മേലെ എഴുതാലോ. നല്ല അരിമുളക് ചമ്മന്തി. അരിമുളക് ചമ്മന്തി അല്ല, മീനൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. മീൻകറിയാണല്ലോ അമ്മ അതിന് വേണ്ട. അടിപൊളിയായിരുന്നു. കട്ടൻ ചായയും ഇതും ചമ്മന്തി. വയസ്സായ ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇഷ്ടമുണ്ടോന്നറിയില്ല. പക്ഷെ നമ്മുടെ അമ്മൂല്ലേ, അമ്മൂന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മൂന് അച്ഛൻ ഇതൊക്കെ കൊടുത്ത് ശീലിപ്പിച്ചിട്ട് അവൾക്ക്
അധികം കഴിച്ചില്ല. അതിന് അമ്മ തന്നെ അത് അധികം കഴിച്ചിട്ടില്ല. അമ്മു നല്ല പോലെ അമ്മൂനെ അച്ഛൻ കഴിക്കുമ്പോ അടുത്തിരുത്തിയിട്ട് കഴിച്ച് ശീലിപ്പിച്ചിട്ട് അവൾക്ക് നല്ല ഇഷ്ടാട്ടോ അതൊക്കെ. കഴിക്കുമ്പോ എല്ലാം കഴിക്കണല്ലേ അമ്മ. നമ്മക്ക് ചേമ്പന്താണ്ടായാലും വേണ്ടില്ല. ഞാനെന്താ തിന്നാതിരിക്കുന്നത്? ഞാന് മീന് മീൻ അത് ഇഷ്ടല്ലാണ്ട അമ്മോ. അത് ഞാൻ ചെറുപ്പത്തിലൊന്നും അങ്ങനെ എന്റെ വീട്ടില് മീന് വാങ്ങിയിരുന്നില്ല. അതിന്റെ പ്രശ്നാണ്. ഇവിടെ വന്നപ്പോഴോ മീനില്ല. അല്ലെങ്കിൽ ബഹളം വെച്ചൊരു വീട് കൊടുക്കാനൊന്നും സമ്മതിക്കില്ല. അത് ശരിയാ പൊക്കോളി. പപ്പി പപ്പു കൂട്ടുകയറുന്നുണ്ടാ? ഇല്ലേ? എന്താ ഒട്ടണത്? രണ്ട് ചെറിയ കുട്ടികൾ ഇപ്പൊ എന്താ ആക്കുകയാണാവോ? എന്താണ് വേണ്ട കാണുന്നുണ്ടോ നോക്കാൻ വന്നൊക്കെയാണ്. എന്താ അപ്പൊ നിന്റെ കുട്ടി വലുതാവുമ്പോ ക്യാമറമാനാ ആവുന്ന തോന്നുന്നത്. അങ്ങോട്ട് പോയിക്കോളൂ. നമ്മള് കാവത്ത് കഴുകി ഉപ്പിട്ടിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഈ കാവത്തിനെ ഞങ്ങളിവിടെ കാവത്ത് പറയും, ഇതിനെ കാച്ചില് എന്ന് പറയും. ഇനി വേറെ പേരുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. പഴുത്ത കാന്താരി ഉണ്ട്. അത്ര മതി, അത്രയൊക്കെ തന്നെ ഉള്ളു. പൂതിക്ക് കഴിക്കാനേ ഉള്ളൂ, ഒരുപാട് കഴിക്കാനുള്ളതില്ല കേട്ടോ. തളച്ചില്ലേ? അത് കാവത്ത് വേഗം വേവ് കേട്ടാ. എന്താ വെള്ളം ഒരുപാട് വേണ്ട. എന്തിനാ കുഞ്ഞുണ്ണി ഇങ്ങനെ കരയണ്? നമ്മുടെ കാവത്ത് കണ്ടില്ലേ നല്ല പോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാറിക്ക വെച്ചിട്ടാ ചൂട് കണ്ടോ? പാകത്തിന് വെള്ളയില്ല, ഒരുപാട് വെള്ളായാലേ സാധനം ഒരുപാടുണ്ടല്ലോ. നല്ല മണം. ചൂടുണ്ടാവും. അമ്മ എടുക്കാം. ചൂടുണ്ടാവും. അത് പരത്തിക്കോ, ചൂടാറിക്കോട്ടെ. നമ്മള് തേങ്ങ ചിരവിട്ട്, ഇതില് തേങ്ങയും അരിമുളക് ഉള്ളിയൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ചതച്ചിട്ടിട്ട് അങ്ങനെ ചെയ്യാട്ടോ. ഞാൻ അത് എളുപ്പ പണി ചെയ്താ. എനിക്ക് പൂള പുഴുങ്ങിയതാണോ വെച്ചാലും വേണ്ടില്ല, ചക്കയാണ് വെച്ചാലും വേണ്ടില്ല, കാവത്ത് ചെയ്യുമ്പൊക്കെയും കുറച്ച് തേങ്ങ ഇടുന്ന ഇഷ്ടം. തേങ്ങയിട്ട കാച്ചില്, അരിമുളക്, ഉള്ളി, ചമ്മന്തി, കട്ടൻ കാപ്പി. എന്റെ അമ്മോ, നല്ല ചൂടുള്ള എന്താ ചൂടുള്ള കട്ടൻ കാപ്പി അറിയില്ലേ? നല്ല കട്ടൻ കാപ്പി, നല്ല കോരിച്ചൊരിയുന്ന മഴയും വേണം. അതിനെന്താ ചെയ്യാ? ഞാൻ വെറുതെ പറഞ്ഞതാണ്. അയ്യോ ചായ ഞാൻ തരാം, കഴിച്ചോളി. അവര് കഴിച്ചോട്ടെ. അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അത്. കാരണം അതില് എരിവൊന്നും ഇല്ലല്ലോ. ചമ്മന്തി ഇതാ ഒരു സൈഡില് കുട്ടികൾ കഴിക്കില്ല, അല്ലെങ്കിൽ കുറച്ച് ചമ്മന്തി എടുത്താൽ മതി. മറ്റവര് കഴിക്കില്ല. നല്ല എരിവുണ്ട് കേട്ടോ, കാരണം പഴുത്ത കാന്താരി മുളകായിരുന്നു. കഴിച്ചോക്ക്. എങ്ങനെയുണ്ട് കുഞ്ഞു? നല്ല മധുരം ഉണ്ടോ? എന്ത് അയ്യോ കട്ടൻ കാപ്പി അടിപൊളി കേട്ടോ. കുറച്ചും കൂടി വേണമായിരുന്നു അല്ലേ മാ? കഴിഞ്ഞാലും ഇവിടെ പുളിയുടെ അവിടെ നിന്ന് കിട്ടി. ചമ്മന്തി നോക്കിട്ട് വെച്ചിട്ടോ. മറ്റൊന്ന് സ്കൂളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ വയറുവേദനയാണ്. അത് നടക്കല്ലേ ഉണ്ടായത് ഇന്നലെ. കാല് വേദനിച്ചിട്ടില്ലയോ നീയല്ലേ ചെയ്ത്? അത് കഴിക്ക്. ഈ ചായ മാത്രം കുടിക്കാൻ നിക്കണ്ടേ, കുറച്ചും കൂടി
രാവിലെയാണ് കേട്ടോ കട്ടൻ കാപ്പി കുടിക്കുന്നത്. കാപ്പി തട്ടണ്ട കുപ്പിച്ചു അങ്ങനെ വെച്ചിട്ട് ശരിക്കും കാച്ചിൽ നിന്നിട്ട് കുറയില്ലേ? നമ്മള് കൊറേ ഈ കാവത്ത് നിന്നിട്ട് അച്ഛനുള്ളപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് അച്ഛനതൊരു പൂതിയാണ്. നമുക്ക് വെറുതെ കാര്യം ഇഷ്ടം അങ്ങനെ. ഇതെന്താ നല്ല രസമുണ്ട് അത്. ഇരിക്കാനും തരില്ല, ഇരിക്കാനും തരില്ല. കഴിക്കാനുള്ള കഴിക്കാത്തല്ലേ, അതുകൊണ്ട് എത്ര രസം തോന്നുന്നു. നല്ല കാവത്താ, നല്ല കാവത്താണ്. കുറച്ചേ ഉണ്ടാവുമ്പോഴും എന്നാലും കഴിക്കുമ്പോ രസം ഉണ്ടാവും. ഒരു എനിക്ക് കാപ്പി കിട്ടിയില്ല, എനിക്ക് കാപ്പി കിട്ടിയില്ല അറിയാം. കുഞ്ഞുണ്ണി കഴിക്കണ്ട, പൊന്നൂസ് കഴിക്കണ്ടമ്മ. അതിന് എന്തൊക്കെ ഇഷ്ടമാണ് കഷ്ണം. നമ്മുടെ മക്കളല്ലേ എല്ലാ സാധനങ്ങളും നമ്മൾ കഴിച്ചു പഠിപ്പിക്കണം കേട്ടോ. എന്താ അവർ ഇന്നതേ കഴിക്കുള്ളൂ, ഇന്നതേ കഴിക്കാൻ പാടുള്ളൂ എന്നല്ല, നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും. ചാച്ചനും എന്താ മേമയ്ക്കും വേണം കേട്ടോ. അമ്മ ചേച്ചിക്കും അവർക്ക് എടുത്തേക്കട്ടെ. ഇനി നമുക്ക് പറിക്കണം. പറിക്കണം നമുക്ക്. ഇതില് അവന് എരിവൊന്നും ഒരു കുഴപ്പേ അല്ലമ്മ. പപ്പൂനതാ 2 കഷ്ണം. കുഞ്ഞു പപ്പൂന് ഇത് കൊണ്ടേ കൊടുക്ക്. പപ്പു കഴിക്കൂട്ടോ, അവന് ഇഷ്ടാണ് ഇതൊക്കെ അല്ലമ്മ. ഓ പൊന്നു ഇഷ്ടായി. അമ്മൂട്ടി എന്നോ ഒരു കാര്യം പറയാൻ പറ്റില്ല മക്കളോട്. അത് തമാശയാണതേ. കൊടുത്തോ അപ്പൊ നമുക്ക് എന്താ നിർത്താലേ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇപ്പോഴൊക്കെ ഇരുട്ടിന്റെ മറവിലാണ് വീഡിയോ എടുക്കുന്നത്.